സ്പെയിനിന്റെയും ഫ്രാൻസിന്റെയും ഇടയ്ക്ക് കിടക്കുന്ന കൊച്ചു രാജ്യമായ അന്തോറയിലെ ഗ്രാൻഡ് വലീറ സ്കീ റിസോർട്ടിലാണ് ഞാനിപ്പോൾ. അതിഗംഭീരമായ ഒരു സ്ഥലം. പർവ്വതമുകളിലെ വിശാലമായ ഒരു പ്രദേശം മുഴുവൻ സ്കീ റിസോർട്ടാണ്. ആയിരക്കണക്കിന് ആളുകൾ വരുന്ന റിസോർട്ട്. ഇത്രയും വിശാലമായ ഒരു സ്കീ റിസോർട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ടു കൂടിയാവാം ആയിരക്കണക്കിന് ആളുകളുണ്ടിവിടെ. നിരവധി ചെയർ ലിഫ്റ്റുകളും കേബിൾ കാറുകളും താഴ്വാരത്ത് നിന്ന് ഇവിടേക്ക് ആളെ കൊണ്ടുവരുന്നു. അത്തരം ഒരു കേബിൾ കാറിലാണ് ഞാനും എൻ്റെ കൂടെയുള്ള അഡ്വക്കേറ്റ് തോമസും വന്നത്. വിശ്രമ കേന്ദ്രമാണ് ഈ കാണുന്നത്. സ്കീകൾ നാട്ടി വെച്ചിരിക്കുന്നു. സ്കീയിങ് കഴിഞ്ഞ് ഇവിടെയാണ് എത്തുന്നത്. പുറപ്പെടുന്ന ഒരിടവും ഇതുതന്നെ. 1-2 തവണ സ്കീയിങ് കഴിഞ്ഞു വരുന്നവർ വിശ്രമിക്കുന്ന ഒരു സ്ഥലം. സ്കീകൾ നാട്ടിവെക്കാനുള്ള സ്റ്റാൻഡുകളാണിത്. ഇവിടെ ഏതാനും റെസ്റ്റോറന്റുകളുണ്ട്. സ്കീയിങ്ങിന്റെ ഇടവേളയിൽ സ്കീകൾ ഇവിടെ കുത്തി നിർത്തിവെച്ച് ഭക്ഷണം കഴിക്കാനും മറ്റും പോകാം. റെസ്റ്റോറന്റുകളും ബാറുകളും എല്ലാം ഉണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഗംഭീര മ്യൂസിക് കേൾക്കാം. ഫ്രീസ്നെറ്റ് എന്ന റെസ്റ്റോറന്റാണ് ഗ്രാൻഡ് വലീറ സ്കീ റിസോർട്ടിലെ 40ഓളം റെസ്റ്റോറന്റുകളിൽ ഒന്ന്. ഇവിടെ അകത്തും പുറത്തുമിരുന്ന് ഭക്ഷണം കഴിക്കാം. മഞ്ഞിന്റെ നടുവിൽ തടികൊണ്ട് പണിത പ്ലാറ്റ്ഫോം, അതിൽ മേശക്കസേരകൾ. അവിടെ ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭക്ഷണവും മദ്യവുമൊക്കെയായി. ഒരു ബാർ കൗണ്ടറുണ്ട്. അവിടെ ചെന്ന് ആളുകൾ 2 എണ്ണം മേടിക്കും, അടിക്കും. കോക്ടെയിലുകളും കിട്ടും. എപ്പോഴും സംഗീതവുമുണ്ട്. അതിമനോഹരമായ ഒരു വിശ്രമ കേന്ദ്രം. ഈ ഐസും കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ സുഖമാണ്. അങ്ങ് താഴെ മനുഷ്യർ പൊടി പോലെ തെന്നിപ്പോകുന്ന കാഴ്ച സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. വെള്ള നിറം ആയതുകൊണ്ട് അടുത്തു തന്നെയാണ് ആ മല എന്ന് തോന്നും. പക്ഷേ കിലോമീറ്ററുകൾ അകലെയാണ് ആ മലനിരകൾ. മഞ്ഞുമലകളുടെ മുകളിൽ പ്ലാറ്റ്ഫോം പോലെ പണിതാണ് റെസ്റ്റോറന്റ്. 2-3 നിലകളുണ്ട്. പാട്ട് കേട്ട് രസിച്ച് ആളുകൾ അങ്ങനെ ഇരിക്കുന്നു. ഇവരുടെ വേഷം കണ്ടാൽ സ്കീ ചെയ്യാനല്ല, ഫോട്ടോ എടുക്കാൻ മാത്രം വന്നതാണെന്ന് തോന്നും. ഇങ്ങനെ പുറത്തു മാത്രമല്ല, അകത്തും ഇരിക്കാം. മുകളിലത്തെ നിലയിലും ഇരിക്കാം. വലിയ തണുപ്പും മഴയുമൊക്കെ ഉള്ളപ്പോൾ അവിടെയാണ് ആളുകൾ ഇരിക്കുക. പക്ഷേ നല്ല വെയിലുള്ള ഇന്ന് ആളുകളെല്ലാം പുറത്താണ്. അവർ പാട്ടും ഡാൻസുമൊക്കെയായി ആഘോഷിക്കുന്നു. കയ്യിൽ കോക്ടെയിൽ ഡ്രിങ്ക്സുമായി യുവതികളും യുവാക്കളും. പ്രത്യേകമായൊരു വൈബാണിവിടെ. ബിയറോ ഷാമ്പെയിനോ വൈനോ കഴിച്ചുകൊണ്ട് ആളുകൾ. 1-2-3 ദിവസത്തേക്കുള്ള ആക്ടിവിറ്റിയുണ്ട് ഇവിടെ. 7 ദിവസം വരെ സ്കീയിങ് നടത്താവുന്ന മൾട്ടി ഡേ പാസുകൾ ഇവിടെ ലഭ്യമാണ്. സീസൺ അനുസരിച്ച് അതിന് പ്രത്യേക നിരക്കാണ്. റിസോർട്ടിലെ താമസത്തിന് പ്രത്യേക തുക നൽകുകയും വേണം. ഇവരുടെ ഹെൽമറ്റും ഗ്ലാസും കാണുമ്പോൾ അറിയാം ഇപ്പോൾ സ്കീ ചെയ്തിട്ട് വന്നതേ ഉള്ളൂ എന്ന്. ഇവിടെ നിന്ന് 2 എണ്ണം അടിച്ച ശേഷം വീണ്ടും സ്കീയിങ്ങിന് പോകും. എല്ലാറ്റിനും ഒരു ക്വാളിറ്റിയുണ്ട്. അതാണ് ശ്രദ്ധേയമായ കാര്യം. ആളുകൾ ബഹളം വയ്ക്കുകയോ വിളിച്ചു കൂവുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ആഘോഷങ്ങളിൽ കാണാത്ത ഒരച്ചടക്കം. ഇവിടെയും പാട്ടുണ്ട്, എന്റർടൈൻമെന്റ് എല്ലാമുണ്ട്. പക്ഷേ അതിനൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. നമ്മളും ഇത്തരം സ്ഥലങ്ങളിലെത്തിയാൽ ഡീസൻ്റായി പോകുമെന്ന് പറയാം. ഇവിടെ തന്നെ അത്യാവശ്യം ഭക്ഷണവും കിട്ടും. അത് അവിടെ കൗണ്ടറിൽ ചെന്ന് വാങ്ങിക്കൊണ്ടുവരണം എന്ന് മാത്രം. ബാർ കൗണ്ടർ പുറത്തു തന്നെയാണ്. അവിടെ ഒരു ബാർ ഗേൾ ആവശ്യാനുസരണം സെർവ് ചെയ്യുന്നു. സംഗീതവും ലഹരിയും ഭക്ഷണവുമെല്ലാമായി രസകരമായൊരു സ്ഥലം. നല്ലൊരു ആംബിയൻസ്. ഇത്തരമൊരിടം താഴെയുമുണ്ട്. ഒരു ഗംഭീര അനുഭവമാണിത്. കുറച്ചുനേരം ആ കാഴ്ചകളൊക്കെ പകർത്തിയ ശേഷം ഞാൻ പുറത്തേക്ക് നടന്നു. ഇവിടെ ഒരു ഉപകരണമുണ്ട്. വഴിയിൽ നിന്ന് മഞ്ഞു മാറ്റാനുള്ള ഉപകരണം. ഹാൻഡ് ട്രില്ലർ പോലെയുണ്ട്. ഹോണ്ട നിർമ്മിച്ചതാണത്. ഹോണ്ടയ്ക്ക് ഇങ്ങനെ എന്തെല്ലാം ഉപകരണങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാറും ബൈക്കും ഇത്തരം അനേകം ഉപകരണങ്ങളും മുതൽ ഹോണ്ട ജെറ്റ് എന്ന പേരിലുള്ള വിമാനങ്ങൾ വരെ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് മറ്റൊരു റെസ്റ്റോറന്റാണ്. കോളിബ്രി എന്നാണ് പേര്. ഇവിടെയും കയറി ചെല്ലുന്നിടത്ത് സ്കീകൾ ചാരിവെക്കാനുള്ള ഫെസിലിറ്റിയുണ്ട്. സ്കീ ചാരിവെച്ച് ഈ ഇട്ടുപോകുന്ന ഷൂസുമായി നടക്കാം. സാധാരണ ഷൂസ് പോലെ അത്ര സുഖമുള്ളതല്ല അത്.
എങ്കിലും അതണിഞ്ഞ് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. ഞാനും അവിടേക്ക് ചെന്നു. നേരത്തെ കണ്ട റെസ്റ്റോറൻറ്റിലേതുപോലെ സംഗീതവും തിരക്കുമൊന്നുമില്ല. സ്വസ്ഥമായിരുന്ന് ഭക്ഷണം കഴിക്കുകയോ വിശ്രമിക്കുകയോ ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ. അല്പം മുൻപ് കണ്ടിടത്തെ ഒരു യൂത്ത് വൈബ് ഇവിടെ കാണുന്നില്ല. എങ്കിലും ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഇവിടെ നിന്നാലും മനോഹരമായ വ്യൂ ആണ്. ഞാൻ അതിനിടയിലൂടെ നടന്നു. മറുവശത്തെ അതിരിലേക്ക് ഒന്ന് പോകാം. വ്യത്യസ്തമായ താഴ്വാര കാഴ്ചയുണ്ടോ എന്ന് നോക്കണം. അവിടെ ചെല്ലുമ്പോൾ ഇതാണ് കാഴ്ച. ഞങ്ങൾ ഇവിടേക്ക് കയറി വന്ന ഫ്യൂണി ക്യാമ്പ് എന്ന കേബിൾ കാർ കയറി വരുന്നു, ഇറങ്ങിപ്പോകുന്നു. താഴെ ഒരു ഉപകരണമുണ്ട്. ബട്ടൺ ലിഫ്റ്റ് എന്നാണ് പൊതുവെ അതറിയപ്പെടുന്നത്. ഫോമ ലിഫ്റ്റ് എന്നും ഡിസ്ക് ലിഫ്റ്റ് എന്നും പ്ലാറ്റർ ലിഫ്റ്റ് എന്നുമൊക്കെ പല പേരുണ്ടിതിന്. ഒരു ദണ്ഡ്, അതിൻ്റെ അറ്റത്ത് പ്ലേറ്റ് പോലെ അല്ലെങ്കിൽ ബട്ടൺ പോലെ ഒരു സംവിധാനം. അതിലൊന്നെടുത്ത് അയാൾ വെച്ച പോലെ കാലുകൾക്കിടയിൽ കുരുക്കി വെച്ച് നിന്നുകൊടുത്താൽ മതി. അത് നമ്മളെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോകും. അതിലിരിക്കാൻ പാടില്ല. ഒരു സപ്പോർട്ട് മാത്രമാണത്. ചെറിയൊരു ഇരിപ്പിടം പോലെയുള്ള അത് സ്കീയർമാരെ വലിച്ചു കയറ്റിക്കൊണ്ടുപോകും. താഴേക്ക് സ്കീ ചെയ്തു പോയ ആൾക്ക് തിരിച്ച് മുകളിലേക്ക് എത്തണമല്ലോ. എന്നിട്ട് വേണം വീണ്ടും സ്കീ ചെയ്യാൻ. അതിനുള്ള വിവിധങ്ങളായ ഉപകരണങ്ങളിൽ ഒന്നാണിത്. ടീ ബാർ എന്ന വേറൊരു സംവിധാനമുണ്ട്. പിന്നെ റോപ്റ്റോ എന്ന സംവിധാനമുണ്ട്. മാജിക് കാർപ്പറ്റ് എന്ന വേറൊരു സൗകര്യം. ഇങ്ങനെ പലവിധ ഫെസിലിറ്റികളുണ്ട് ഇവിടെ. ഞാൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ചുറ്റുമുള്ള മനോഹര കാഴ്ചകളെല്ലാം കണ്ടു. ആശ്ചര്യത്തോടെ, വളരെ പോസിറ്റീവായ എനർജിയോടെ അങ്ങനെ നിൽക്കുകയാണ്. എത്ര നേരം നിന്നാലും മടുക്കാത്ത ഒരു സ്ഥലമാണിത്. പക്ഷേ എനിക്ക് കുറേയേറെ സമയം ഇവിടെ ചെലവഴിക്കാനാവില്ല. അന്തോറ എന്ന ഈ കുഞ്ഞു രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അന്തോറ ലാ വെല്ല കണ്ടിട്ടില്ല. ഇരുട്ടുന്നതിനു മുൻപ് അവിടെ എത്തണം. അതും കാണണം. ഞാൻ തിരിച്ചു നടക്കുമ്പോൾ ചിലയിടത്ത് മഞ്ഞിൻ്റെ വലിയ കൂനകളുണ്ട്. പ്ലാറ്റ്ഫോമിൽ നിന്നും മറ്റും കോരി മാറ്റിയ മഞ്ഞാകാം. മിക്കവരും വരുന്നത് ഫാമിലി ആയിട്ടാണ്. കൊച്ചുകുട്ടികളുമായി വരുന്നവർ വരെയുണ്ട്. വലിയ മഞ്ഞുവീഴ്ച ഒന്ന് ഒതുങ്ങിയ സമയത്താണ് ഇവിടെ എത്തിയതെങ്കിലും മഞ്ഞിന് കുറവൊന്നുമില്ല. വൃത്തി, വെടിപ്പ്, ഭംഗി, അച്ചടക്കം ഇതൊക്കെ എവിടെയും കാണാം. ഞങ്ങൾ ഇനി മടങ്ങാമെന്ന് തീരുമാനിച്ചു. ഇവിടെ എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കാം. പക്ഷേ ഭക്ഷണം കഴിക്കാനോ മദ്യപിക്കാനോ ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് താഴേക്ക് പോകാം. അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് ആളുകളുടെ ഒഴുക്ക് തുടങ്ങിയിരിക്കുന്നു. വൈകുന്നേരമായല്ലോ. ഇനി എല്ലാവരും തിരിച്ചു പോകുന്ന ഒരു മൂഡിലാണ്. അല്പം താമസിച്ചാണ് ഞങ്ങൾ ഈ മഞ്ഞുമലയുടെ മുകളിലേക്ക് വന്നതെങ്കിലും അപ്പോഴും ഇവിടെ ധാരാളം ആളുകളുണ്ടായിരുന്നു. ഇരുട്ടുന്നതുവരെ ഇവിടെ ആളുകൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. സാധാരണയായി വൈകുന്നേരം 5 മണി വരെയാണ് സ്കീയിങ് ടൈം. പ്രത്യേകം ലൈറ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ രാത്രി 8 മണി വരെ സ്കീയിങ്ങിനുള്ള സൗകര്യമുണ്ട്. അതിന് പ്രത്യേക ഫീസ് നൽകുകയും വേണം. ഞങ്ങളും ക്യൂവിൻ്റെ പുറകിൽ സ്ഥാനം പിടിച്ചു. എല്ലാവരുടെയും കയ്യിൽ സ്കീയുണ്ട്. സ്കീയും പോളുമൊക്കെയായി അവർ ഗൊണ്ടോളകളിൽ കയറിപ്പറ്റാൻ നടക്കുന്നു. ഗൊണ്ടോളയിൽ കയറ്റിവിടാൻ ഉദ്യോഗസ്ഥരുണ്ട്. അവരിങ്ങനെ ആളുകളെ വിളിച്ചു കയറ്റുന്നു. ഡോർ കൃത്യമായി തുറന്നു കൊടുക്കുന്നു. കൃത്യതയുള്ള ഫെസിലിറ്റികൾ. ആവശ്യത്തിന് ആളുകൾ ഓരോ ഗൊണ്ടോളയിൽ കയറുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തുന്നു. ഞങ്ങൾ അടുത്ത ഗൊണ്ടോളയിലേക്ക് കയറി. ഇതിനകത്തും ചുറ്റുമായി 10 പേർക്കിരിക്കാം. സ്കീ ഇങ്ങനെയാണ് തൂക്കിയിടുന്നത്. നടുക്ക് ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. അതിൽ സ്കീകൾ അനായാസം തൂക്കിയിടാം. മിക്കവരും സ്കീകളുമായാണ് കയറിയിരിക്കുന്നത്. 10 സ്കീകൾ വരെ ഒരു സമയം തൂക്കിയിടാനുള്ള ഫെസിലിറ്റിയുണ്ട്. ഇരിക്കുന്ന അത്രയും ആളുകൾക്കുള്ള സ്കീകൾ. ഞാനും അഡ്വക്കേറ്റ് തോമസും മാത്രമാണ് സ്കീകളില്ലാതെ ഇതിൽ കയറിയിരിക്കുന്നവർ. അങ്ങനെ സ്കീകൾക്കും സ്കീ ചെയ്ത് മടങ്ങുന്ന മനുഷ്യർക്കുമൊപ്പം ഞാനും തോമസും താഴേക്ക് പോവുകയാണ്. നിറയെ ആളുകളുണ്ട് ഗൊണ്ടോളയിൽ. എല്ലാവരും ഇന്നത്തെ സാഹസിക പരിപാടികളുടെ വിശേഷങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞിൻ്റെ ഒരു ലോകമാണ് താഴെ. ധവളിമയുടെ വിശാല ലോകം. ഇനിയൊരു അരമണിക്കൂർ നേരം ഇത് മാത്രമാണ് കാഴ്ച. മഞ്ഞിൻ്റെ മുകളിലൂടെ മനോഹരമായ ഒരു യാത്ര തന്നെയാണിത്. കുറേ ദൂരം ഓടി. മടക്കയാത്ര മുഴുവൻ ഞാൻ കാണിക്കുന്നില്ല.
ഗൊണ്ടോളയിലെ എന്റെ സഹയാത്രികർ വിശേഷങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുന്നു. തോമസും ഞാനും മാത്രമേ സ്കീ ചെയ്യാത്തവരായുള്ളൂ. മഞ്ഞിന്റെ കാഴ്ച ഏതാണ്ട് അവസാനിച്ചു. കേബിൾ കാർ സ്റ്റേഷനിലേക്ക് അടുത്തു. മഞ്ഞില്ലാത്ത ഭാഗത്ത് വരണ്ട ഭൂമിയാണ്. മഞ്ഞുകാലം ആയതുകൊണ്ട് മരങ്ങൾക്കൊന്നും ഇലയില്ല. പുല്ലുപോലും കരിഞ്ഞുപോയിരിക്കുന്ന മഞ്ഞുകാലം. കുറച്ചുനാൾ മുമ്പ് വരെ ഇവിടമെല്ലാം മഞ്ഞിന്റെ അടിയിലായിരുന്നിരിക്കണം. ഞാൻ ഈ വന്നിരിക്കുന്നത് മഞ്ഞുകാലം അവസാനിച്ച ദിനങ്ങളിലാണ്. അതുകൊണ്ടാണ് ഇവിടെയൊന്നും അധികം മഞ്ഞ് കാണാത്തത്. കേബിൾ കാർ സ്റ്റേഷനിലേക്ക് ഗൊണ്ടോള എത്തി. ഇനി ഇറങ്ങണം. എല്ലാവരും അവരവരുടെ സ്കീകൾ എടുത്തു. ഈ സ്കീകളെല്ലാം ഇവരുടെ സ്വന്തമൊന്നും ആവണമെന്നില്ല. കാറിൽ വരുന്നവരാണ് സ്വന്തം സ്കീകളും പോളുകളുമൊക്കെയായി വരുന്നത്. സ്കീയിങ് ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകുന്ന നിരവധി സ്ഥാപനങ്ങൾ താഴ്വാരത്തുണ്ട്. കേബിൾ കാർ സ്റ്റേഷനിൽ തന്നെയുണ്ട് അത്തരം കടകൾ. ഞങ്ങളും പുറത്തേക്കിറങ്ങി. ചില ആളുകൾ മുകളിലേക്ക് പോകുന്ന ഗൊണ്ടോളയിൽ കയറുന്നുണ്ട്. അവർ സ്കീ ചെയ്യാൻ പോകുന്നതല്ല. റിസോർട്ടിലെ ജോലിക്കാർ ക്ലീൻ ചെയ്യാൻ കയറുന്നതാണ്. ഇവിടെയാണ് എക്സിറ്റ്. അതിലൂടെ പുറത്തേക്കിറങ്ങി. ഇനി താഴേക്കു പോകാം. താഴെ കുറച്ച് ഫെസിലിറ്റികളുണ്ട്. കേബിൾ കാറിൽ വന്നിറങ്ങിയിടത്തു നിന്നും താഴേക്കിറങ്ങി വേണം സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ. സ്കീയിങ് ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനങ്ങളും കഫേകളുമെല്ലാമുണ്ട് താഴെ. ഇവിടെ വില ഡോമാറ്റ് എന്ന ഒരു സെന്ററുണ്ട്. ഒരു റെന്റൽ ഫെസിലിറ്റിയാണ്. സ്കീകൾ, പോളുകൾ എന്നിവയൊക്കെ റെന്റ് ചെയ്യുന്ന സ്ഥലം. അതാണ് വലതുവശത്ത് കാണുന്നത്. ഹെൽമറ്റും ജാക്കറ്റും ഒക്കെ വിൽക്കുന്ന സ്റ്റോറുകൾ തുടങ്ങിയ ഫെസിലിറ്റികളും ഇവിടെയുണ്ട്. അവിടെ ഒന്ന് കയറി നോക്കാം. ഇവിടുത്തെ രീതികൾ ഒന്നറിയണമല്ലോ. അങ്ങോട്ട് കയറി ചെന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. സ്കീയിങ്ങിന് വരുന്ന നല്ലൊരു ശതമാനം ആളുകളും ഉപകരണങ്ങൾ ഇവിടെ നിന്ന് വാടകയ്ക്ക് എടുക്കുകയാണ്. സ്കീകൾ, കുത്തി നടക്കാനുള്ള പോളുകൾ എന്നിവയെല്ലാം കിട്ടും. ഷൂസ് വരെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. രാവിലെ എടുത്തുകൊണ്ടുപോയ സാമഗ്രികളെല്ലാം ആളുകൾ തിരിച്ചേൽപ്പിക്കുകയാണ് ഈ സമയത്ത്. ഡാമേജ് ഇല്ല എന്നുറപ്പുവരുത്തി ജീവനക്കാർ അത് തിരിച്ചെടുത്ത് അടുക്കി വയ്ക്കുന്നു. ഹെൽമറ്റ് ഉൾപ്പെടെ സർവ്വസാധനങ്ങളും ഇവിടെ കിട്ടും. സ്കീ റിസോർട്ടിൽ സ്കീയിങ്ങിനും മറ്റു വിനോദങ്ങൾക്കുമുള്ള ഉപകരണങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രമുഖമായ സ്ഥാപനമാണ് വില ഡോമാറ്റ്. അന്തോറയിൽ അവർക്ക് പല സ്റ്റോറുകളുണ്ട്. എന്നാൽ സ്വന്തം സാധനങ്ങളുമായി വരുന്നവരുമുണ്ട്. അവർ പുറത്തേക്ക് നടക്കുന്നത് കാണാം. വലിയ പാടുപെട്ടാണ് ആ ഷൂസ് മണിഞ്ഞ് നടക്കുന്നത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. തോമസ് കാർ എടുത്തു വന്നു. ഞങ്ങൾ പുറത്തേക്കിറങ്ങി. മനോഹരമായ ആംബിയൻസ് ആണിവിടെ. സ്കീയിങ് ആവേശമാക്കിയവരുടെ ബാഹുല്യമാണെങ്കും. ആ കാറിന്റെ മുകളിൽ ഇരിക്കുന്നതും സ്കീ തന്നെ. ഇവിടെ കാണുന്നവരെല്ലാം മലമുകളിൽ സ്കീ ചെയ്യാൻ പോയവരാണെന്ന് മനസ്സിലായി. വഴിയരികിൽ ബസ് കാത്തു നിൽക്കുന്നവർ. ബസ്സിൽ കയറി ഇവർക്ക് താഴെ പട്ടണത്തിൽ മുറിയെടുത്തിരിക്കുന്ന ഹോട്ടലിലേക്ക് പോകാം. കഫറ്റീരിയകൾ, ചെറിയ റെസ്റ്റോറന്റുകൾ എല്ലാം ഉണ്ടിവിടെ. മലമുകളാണ് ഈ ഭാഗം. ഇങ്ങോട്ടൊക്കെ നഗരം വളർന്നു വരുന്നത് കാണാം. ഈ ചെരുവുകളിലെല്ലാം അടുത്ത ഘട്ടത്തിൽ കെട്ടിടങ്ങൾ തിങ്ങി നിറയുമായിരിക്കാം. 85,000 അന്തോറ എന്ന ഈ രാജ്യത്തെ ആകെ ജനസംഖ്യ. ഇതിൽ പകുതിയോളം പേർ മാത്രമാണ് അന്തോറൻ പൗരന്മാർ. ബാക്കിയുള്ളവർ സ്പാനിഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ് വംശജരാണ്. അന്തോറയിലേക്കുള്ള കുടിയേറ്റം അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ജനസംഖ്യയിൽ വലിയ വർധനവുണ്ടാവുന്നുമില്ല. ഇവിടെ ജോലി ചെയ്യാനോ ബിസിനസ്സിനോ വരുന്നവർക്ക് ആക്റ്റീവ് റെസിഡൻസ് പെർമിറ്റ് ലഭിക്കും. അതിന് കാലാവധിയുണ്ട്. രാജ്യത്ത് 8 മുതൽ 10 ലക്ഷം യൂറോ വരെ നിക്ഷേപിക്കുന്നവർക്ക് പാസീവ് റെസിഡൻസ് പെർമിറ്റും കിട്ടും. കുറഞ്ഞത് 20 വർഷമെങ്കിലും അന്തോറയിൽ താമസിച്ചവർക്ക് മാത്രമേ ഈ രാജ്യത്ത് പൗരത്വം ലഭിക്കൂ. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വലിയ പാടാണ്. മലകളെ തുരന്ന ടണലുകൾ. നീളമേറിയ ടണലുകളാണത്. ഫ്ലൈ ഓവറുകൾ, ഓവർബ്രിഡ്ജുകൾ, ഇങ്ങനെയെല്ലാമാണ് ഗതാഗതം. മലയായതുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വലിയ ചെലവ് വരും. അക്കാര്യത്തിൽ ഫ്രാൻസും സ്പെയിനുമാണ് ഈ രാജ്യത്തെ സഹായിക്കുന്നത്.
കാര്യമായ കൃഷിയില്ലാത്ത രാജ്യമാണ് അന്തോറ. രാജ്യത്തിന്റെ ആകെ ഭൂപ്രദേശത്തിന്റെ വെറും 2% മാത്രമേ കൃഷിക്ക് യോഗ്യമായുള്ളൂ. അവിടെ പുകയിലയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. സേവന മേഖലയിൽ നിന്നാണ് രാജ്യത്തിന്റെ വരുമാനത്തിൽ 80% എത്തുന്നത്. അതിൽ തന്നെ ടൂറിസമാണ് മുന്നിൽ. വർഷം തോറും 1 കോടിയിലേറെ ടൂറിസ്റ്റുകളാണ് ഈ കുഞ്ഞൻ രാജ്യത്ത് എത്തുന്നത്. പിന്നെ വരുമാനം ബാങ്കിംഗ് മേഖലയിൽ നിന്നാണ്. വളരെ കുറഞ്ഞ നികുതി നിരക്കാണ് ഇവിടെ. ബാങ്കുകളുടെ വലിയൊരു ശൃംഖല തന്നെയുണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ അന്തോറ ലാവെല്ല എന്ന പട്ടണത്തിലേക്കെത്തി. ഇതാണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാന പട്ടണം. യൂറോപ്പിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യ തലസ്ഥാനം. നഗരത്തിനകത്തേക്ക് വണ്ടി വിടാൻ ഞാൻ തോമസിനോട് പറഞ്ഞു. അങ്ങനെ നഗരത്തിന്റെ ഉള്ളിലേക്ക് കയറി. നേരെ മുന്നിൽ ഒരു പാർക്കിംഗ് ഉണ്ട്. ഭൂമിക്കടിയിലാണത്. ആ പാർക്കിങ്ങിലേക്ക് വണ്ടി ഇറക്കാമെന്നാണ് തീരുമാനം. ഞാൻ സ്ക്വയറിൽ ഇറങ്ങി. അഡ്വക്കേറ്റ് തോമസ് വണ്ടി പാർക്ക് ചെയ്യാനും പോയി. ഇവിടുത്തെ പ്രമുഖമായ പെഡസ്ട്രിയൻ സ്ട്രീറ്റിലേക്കാണ് വന്നിറങ്ങിയിരിക്കുന്നത്. മെരിറ്റ്സൽ അവന്യൂ എന്നാണ് ഈ പാതയുടെ പേര്. ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. കല്ല് വിരിച്ച സുന്ദരമായ സ്ക്വയറും പാതകളും. മലകളുടെ നടുവിൽ ഒരു തളിക പോലുള്ള ഒരു ഭാഗത്ത് സുന്ദരമായി കല്ല് വിരിച്ച സ്ഥലം. ഈ നേരെ കിടക്കുന്നതാണ് മെരിറ്റ്സൽ അവന്യൂ. ഇതാണ് ഇവിടുത്തെ പ്രധാന സ്ട്രീറ്റ്. ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. 100 കണക്കിന് ആളുകൾ. വഴിയോരങ്ങളിൽ റെസ്റ്റോറന്റുകൾ, കഫേകൾ. മനോഹരമായ വൈബുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കാണുന്നവരിൽ ഭൂരിപക്ഷവും ടൂറിസ്റ്റുകളാണ്. അന്യരാജ്യങ്ങളിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകൾ. വൈകുന്നേരമാകുമ്പോഴേക്കും സ്കീയിങ് ഒക്കെ കഴിഞ്ഞു വരുന്നവർ തെരുവിലേക്കിറങ്ങും. ഷോപ്പിംഗ് കഴിഞ്ഞാണ് പോകുന്നത് എന്ന് മിക്കവരുടെയും കയ്യിലെ കൂടുകൾ കാണുമ്പോൾ മനസ്സിലാകും. ഈ നഗരത്തിലെ ഏറ്റവും പ്രധാന ഷോപ്പിംഗ് സ്ട്രീറ്റാണ് മെരിറ്റ്സൽ അവന്യൂ. ഞാൻ അതിലൂടെ നടന്നു. ധാരാളം കഫേകളും റെസ്റ്റോറന്റുകളും വഴിയോരങ്ങളിൽ. തണുപ്പ് കൂടി വരുന്നുണ്ട്. ആളുകൾ എല്ലാവരും ജാക്കറ്റ് അണിഞ്ഞാണ് പോകുന്നത്. കുട്ടികളും കുടുംബവുമൊക്കെയായി വരുന്ന ആളുകൾ കൂടുതൽ പേരും ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. അയൽ രാജ്യങ്ങളായ ഫ്രാൻസിൽ നിന്നും സ്പെയിനിൽ നിന്നുമാണ് അന്തോറയിലേക്ക് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്നത്. നടപ്പാതയുടെ മനോഹാരിത ഇതാണ്. നല്ല ഗ്രാനൈറ്റ് പീസുകളാണ് വിരിച്ചിരിക്കുന്നത്. വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകളുമുണ്ട്. ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നാണ് അന്തോറ. അതുപോലെ ലോകത്തെ ഏറ്റവും സവിശേഷമായ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യവുമാണിത്. 2 ഭരണത്തലവന്മാരുള്ള ലോകത്തെ തന്നെ ഏക രാജ്യം ഇതാണ്. ആ 2 പേരും അന്തോറക്കാരല്ല എന്നതാണ് വിചിത്രമായ കാര്യം. രാജ്യത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇന്നാട്ടുകാരൻ തന്നെയായ പ്രധാനമന്ത്രിയാണ്. ഇത് വലിയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണെന്ന് പറഞ്ഞല്ലോ. വമ്പൻ ഷോപ്പുകളാണ് മിക്കതും. ലോക ബ്രാൻഡുകൾ മിക്കതിൻ്റെയും ഷോറൂമുകൾ ഇവിടെയുണ്ട്. റേബാൻ, സീക്കോ തുടങ്ങിയ ആഗോള ബ്രാൻഡുകളുടെ വമ്പൻ ഷോപ്പുകൾ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെയും ലക്ഷറി ഉൽപ്പന്നങ്ങളുടെയും ഫാഷൻ വസ്ത്രങ്ങളുടെയും എല്ലാം ഷോപ്പുകളാണ് വഴിയോരങ്ങളിൽ. വലിയ വിലയുള്ള ഉൽപ്പന്നങ്ങളുടെ ഷോപ്പുകൾ. കോടീശ്വരന്മാരായ ആളുകൾ ഷോപ്പിങ്ങിന് വരുന്ന ഒരു സ്ഥലമാണ് അന്തോറ എന്ന് മനസ്സിലായി. ഈ തെരുവുകളൊക്കെ അതിന് ചേരും വിധമാണ് ഒരുക്കിയിരിക്കുന്നത്. ഹോളിവുഡ് താരങ്ങളും യൂറോപ്യൻ സെലിബ്രിറ്റികളുമൊക്കെ ആളുകളുടെ വലിയ ശല്യമില്ലാതെ ഷോപ്പിങ്ങിന് വരുന്ന ഒരിടം. ഇന്ത്യക്കാർ കാര്യമായി ഇവിടെ വരുന്നില്ല. മലയാളത്തിലെ സെലിബ്രിറ്റികൾക്കൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അണ്ടോറൻസ് എന്ന ജനവിഭാഗമാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ എത്തനിക് ഗ്രൂപ്പ്. രാജ്യത്തെ 49% ആളുകളും അവരാണ്. കത്തലാൻ വംശജരാണ് അവർ. ജനസംഖ്യയിൽ 2ാം സ്ഥാനം സ്പാനിഷ് വംശജർക്കാണ്. പിന്നെ പോർച്ചുഗീസുകാരും ഫ്രഞ്ച് പാരമ്പര്യമുള്ളവരുമുണ്ട്. വഴിയോരങ്ങളിൽ ധാരാളം റെസ്റ്റോറന്റുകളുണ്ട്. അവിടെ ഭക്ഷണം കഴിച്ചും ബിയർ നുണഞ്ഞും ആളുകളിരിക്കുന്നു. തെരുവുകളിലൂടെ വീണ്ടും മുന്നോട്ട് നടക്കാം. സ്പെയിനിന്റെയും ഫ്രാൻസിന്റെയും പാരമ്പര്യങ്ങൾ ഉൾക്കൊണ്ട് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം. അതാണ് അന്തോറയിലേത്. കാലാകാലങ്ങളിൽ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആരാണോ അദ്ദേഹമാണ് ഈ രാജ്യത്തിന്റെ ഒരു ഭരണത്തലവൻ. സ്പെയിനിലെ കത്തലാൻ പ്രവിശ്യയിലുള്ള ഉർഗൽ രൂപതയുടെ ബിഷപ്പാണ് 2ാമത്തെ രാഷ്ട്രത്തലവൻ. അവർക്ക് തുല്യ അധികാരമാണുള്ളത്. ഈ ഓരോ സ്ട്രീറ്റും ചെന്ന് അവസാനിക്കുന്നത് ഒരു മലയുടെ ചുവട്ടിലാണെന്ന് തോന്നും. ചുറ്റോടു ചുറ്റും മലയാണ്. മലയുടെ നടുവിലുള്ള ഒരു കുഴിക്കകത്താണ്
ഈ പട്ടണമെന്ന് തോന്നും. ഒരറ്റത്തു നിന്ന് നോക്കുമ്പോൾ തെരുവിൽ ജനപ്രവാഹമാണ്. സന്ധ്യയാകുന്നു. ഷോപ്പിംഗ് നടത്താൻ ഇറങ്ങിയവർ മാത്രമല്ല, വെറുതെ കാഴ്ച കണ്ട് കുട്ടികളുമൊക്കെയായി നടക്കുന്ന ആളുകളെയും കാണാം. നടന്ന് ഞാൻ പോണ്ട് ദേ പാരീസ് എന്ന പാലത്തിനടുത്തെത്തി. അതിൻ്റെ അടിയിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ലാ വലീറ നദിയാണിത്. അന്തോറയിലെ ഏറ്റവും വലിയ നദിയാണിത്. നീളം എത്രയാണെന്നോ? 35 കിലോമീറ്റർ. ഇവിടെ ഇത് മനോഹരമായി ഡിസൈൻ ചെയ്ത നദിയാണെന്നും പറയാം. നഗരത്തിനകത്ത് കോൺക്രീറ്റ് ചെയ്ത 2 തിട്ടകൾക്കിടയിലൂടെ ഒഴുകുന്നു. നദിയുടെ മറുകരയിൽ നല്ല ഹോട്ടലുകൾ. അതിലൊന്നായ മാജിക് ഹോട്ടലിലാണ് ഇന്ന് എൻ്റെ താമസം. കാർ കുറച്ചകലെയാണ് ഇട്ടിരിക്കുന്നത്. അത് എടുത്തുകൊണ്ടുവരണം. കുഞ്ഞൻ രാജ്യതലസ്ഥാനമായ അന്തോറ ലാ വെല്ല പട്ടണത്തിലൂടെ സന്ധ്യാനേരത്തെ തണുപ്പിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.